അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നും ഒരു സന്തോഷ വാർത്തയൊന്നുമില്ല. ഓളെ മയ്യത്തിഞ്ഞും കിട്ടിയിട്ടില്ല കേട്ടോ. അത് കിട്ടുമെന്നും കിട്ടൂലെന്നും ഒന്നും പറയാൻ പറ്റൂല. ഇന്നലെ തന്നെ ഒരു 3-4 മയ്യത്തൊക്കെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞ്. അപ്പം ഓല പറഞ്ഞ് അതൊന്നും അല്ലടി, അതൊന്നുമല്ല, നമുക്ക് കിട്ടിയിട്ടില്ല, കാണിച്ചു തന്നതൊന്നും അതല്ല എന്നാണ് പറഞ്ഞിരിക്കണത്. പക്ഷേ എന്താവുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല. കാരണം ഒക്കെ പടച്ചോൻ്റെ കജ്ജിലാണ്. പടച്ചോൻ്റെ തീരുമാനം എങ്ങനെയാ വെച്ചാൽ അതുപോലെ വരും. നമുക്ക് ഓളെ കാട്ടിത്തരാൻ വിധിച്ചിക്കണമെന്നുണ്ടെങ്കിൽ പടച്ച തമ്പുരാൻ കാട്ടിത്തരുക തന്നെ ചെയ്യും. ഇല്ലെങ്കിലോ അതങ്ങനെ പോവും ചെയ്യും. പക്ഷേങ്കിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു സമാധാനേനി. പടച്ചോനെ മയ്യത്ത് കബറടക്കിക്കണല്ലോ, നമുക്ക് പള്ളിയിലൊക്കെ പോകുമ്പോൾ ഒന്ന് സലാം പറയാലോ എന്നില്ല ഒരു ആശ്വാസമൊക്കെ ഉണ്ടാവും നമുക്ക്. പിന്നെ ഞങ്ങളൊക്കെ അതിന് ആ ഒരു ഇതിൽ നിന്ന് ഞങ്ങളെ മനസ്സിങ്ങനെ ശാന്തമായിട്ട് വരികയാണ്. എല്ലാവരും ഇങ്ങനെ മനസ്സിനെ ഇങ്ങനെ പിടിച്ച് നിർത്തിക്കാണ്. ആ ഇടങ്ങേറുന്ന് ഒക്കെ ശരിയാവുകയാണ്. പിന്നെ മറവി എന്നുള്ളൊരു കാര്യം പടച്ചോൻ തന്നിട്ടില്ലെങ്കിൽ ദുനിയാവിലൊരു മനുഷ്യനും ജീവിച്ചിരിക്കില്ലല്ലോ. മറവിക്ക് പടച്ചോൻ തരും. അതേക്കാരം ഇങ്ങനെ പടച്ചോൻ്റെ ഓരോ പരീക്ഷണങ്ങളേക്കാരം ഇങ്ങനെയൊക്കെ ആക്കി തീർക്കുന്നത്. അപ്പം നമ്മൾ ആ പരീക്ഷണത്തിൽ നമ്മൾ ഒരു ഇരയായി എന്ന് പറയാം. അപ്പം നമ്മളെ പടച്ചോൻ കാക്കട്ടെ. ഇങ്ങനത്തെ ഒരു പരീക്ഷണങ്ങളൊന്നും തന്ന് നമ്മളെ പടച്ചോൻ ഇതാക്കാതെക്കട്ടെ. കാരണം അത്രത്തോളം ഇടങ്ങേറാണ് ഒരു കുടുംബത്തിൽ നിന്ന് മൊത്തം അങ്ങോട്ട് പോകുക എന്നൊക്കെ പറയുമ്പം ഒരു സഹിച്ചാൻ പറ്റാത്ത ഇടങ്ങേറാണ്. പടച്ച തമ്പുരാൻ കാക്കട്ടെ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ പടച്ചോനെ ഒന്നും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമല്ല. ഒക്കെ ഓരോ വിധിയാണ്. നമ്മൾ ഒരാളെയും കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇതാക്കിയിട്ടോ ഒന്നും കാര്യമില്ല. നമ്മൾ പടച്ചോനെ തീരെയും കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഒക്കെ പടച്ചോൻ്റെ പരീക്ഷണങ്ങളല്ലേ. ആ പരീക്ഷണങ്ങൾ മനുഷ്യന്മാരായ നമുക്കല്ലേ പടച്ചോന് പരീക്ഷണങ്ങൾ തരാൻ പറ്റുള്ളൂ. അതിനൊക്കെ നമ്മൾ അതിജീവിച്ചിട്ടുണ്ടോ എന്നൊക്കെ അറിയാനേ കാരം പടച്ചോൻ ഇങ്ങനെ ഇതാക്കുന്നത്. ഏതായാലും നമുക്ക് ഇങ്ങനത്തെ മരണങ്ങളൊക്കെ തൊട്ടൊക്കെ നമ്മളെ കാക്കട്ടെ എന്ന് പറയാനേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പടച്ചോൻ കേൾക്കട്ടെ. ഇനി ഇങ്ങനെ ഒരു അവസ്ഥ ഒരു മനുഷ്യനും ഉണ്ടാകാതെക്കട്ടെ എന്ന് നമുക്ക് 5 വക്തും പടച്ചോനോട് തേടാം. ഏതായാലും ഓളെ മയ്യത്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കബറടക്കിയാലോ എന്നുള്ളൊരു സമാധാനം ഉണ്ടായിനി. ആ ഒരു സമാധാനം പടച്ചോൻ നമുക്ക് തരട്ടെ എന്ന് നമ്മൾ 5 വക്തും എല്ലാവരും പ്രാർത്ഥനയുണ്ട്. എല്ലാവരും പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരാളതൊന്നല്ല, ഒരുപാട് കുടുംബങ്ങൾക്ക് ഇനിയും ഓരൊക്കെ കുടുംബക്കാരൊക്കെ കിട്ടാൻ തന്നെയാണ്. എല്ലാവരും കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഏതായാലും എല്ലാവരും ദുആ ചെയ്യണം കേട്ടോ, അത് കിട്ടാനും വേണ്ടി. അപ്പം വരുന്ന ബോഡികളൊക്കെ കാണുമ്പോൾ നോക്കാനൊന്നും കജ്ജാത്ത മാതിരിയാണ്. പക്ഷേ 5-6 ദിവസമായില്ലേ മണ്ണിൻ്റെ അടിയിലൊക്കെ കിടക്കണം. ഏതായാലും റബ്ബ് കാക്കട്ടെ, അതന്നെ നമുക്ക് പറയാനുള്ളൂ. ഏതായാലും നമുക്ക് പടച്ചോന് കാക്കട്ടെ എന്നില്ല ഇത് ദുആയോട് കൂടിയും പ്രാർത്ഥനയോട് കൂടിയൊക്കെ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം കേട്ടോ. അപ്പം ചപ്പാത്തി അതിന് അപ്പം സനു പറഞ്ഞതിന് മീൻ കറിയും ചപ്പാത്തി ഉണ്ടാക്കാന്നുള്ളത്. അപ്പോൾ അയില മീൻ വാങ്ങിയിട്ട് ഇന്നലെ. അപ്പോൾ അത് ഞാൻ ഈ മീൻ നന്നാക്കുന്നത് ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ. അത് ഞാൻ എടുത്ത് വെച്ചാണ്. അപ്പോൾ ഞാൻ അതിങ്ങനെ ഇന്നലെ ഉച്ചക്കാണല്ലോ മീൻ വാങ്ങിയത്. പിന്നെ ഞാൻ ഇന്നലെ വൈകുന്നേരമാണ് കേട്ടോ മീൻ നന്നാക്കി എടുത്തേക്കണത്. നന്നാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ രാവിലെ തലയിട്ട് ചാറും വെക്കാൻ, മറ്റത് പൊരിച്ചും ജജ്ജാന്ന് വിചാരിച്ചിക്കാണ്ടാണ് അങ്ങനെ മീനൊക്കെ നന്നാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാക്കണേ മീൻ അയില ആയതുകൊണ്ട് തന്നെ നല്ല സുഖമുണ്ട് കേട്ടോ. വലിയ അയിലയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ നന്നാക്കി എടുക്കുന്നുണ്ട്. അപ്പം ഇന്ന് മീൻ നന്നാക്കാൻ തന്തിയും തള്ളിയും മാത്രമൊന്നല്ല കേട്ടോ, കുട്ടികളും വന്നിക്കണം കേട്ടോ. അപ്പം നമ്മളെ തങ്കുപൂച്ചയും ഓളെ കുട്ടികളും ഒക്കെ ഉണ്ട്. അല്ലെങ്കിൽ തന്തിയും തള്ളിയും മാത്രം വരും മീനിൻ്റെ അത് തിന്നാൻ. ഇന്നിപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാനും വേണ്ടിക്കാരം ഓള് പുറം തിരിഞ്ഞ് നിൽക്കണുണ്ട് കേട്ടോ. നമ്മളെ തങ്കുപൂച്ച ഓള് വിചാരിച്ചേക്കും എന്നും ഇപ്പോൾ ഞാനല്ല തിന്നണം, എന്നിപ്പോൾ എൻ്റെ കുട്ടികൾ തിന്നോട്ടെ എന്ന് കരുതിയേക്കും. അങ്ങനെ ഇതാക്കണേ 3 കുട്ടികളുണ്ട് കേട്ടോ. നല്ല ചോക്കില്ല കുട്ടികൾ കേട്ടോ. ഇയാളെ ഓൾക്ക് എത്ര കാലം കുട്ടികളുണ്ടായിരുന്നു. ഇതുവരെ ഒരൊറ്റ കുട്ടികൾ നമ്മളെ കണ്ണിൽ ഓള് കൊണ്ടുവന്ന് കാണിച്ചിട്ടില്ല. ഒക്കത്തിന് പട്ടികൾ കുടിച്ചുകൊണ്ട് പോകും. വലിപ്പാമ്പിന് ഇതിങ്ങനെ ഉണ്ടായി കിട്ടിയാൽ മതി. പിന്നെ ഞാൻ മീനൊക്കെ കായം കൂട്ടി വെക്കുകയാണ് കേട്ടോ. ഒക്കെ കഷ്ണങ്ങളാക്കി വെച്ചിക്കണേ. പിന്നെ മുളകും മഞ്ഞളും ഉപ്പും പെരിഞ്ചീരകവും പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചി കൂടെ ഇട്ടുകാണ്ട് അരച്ചിക്കാണ് കേട്ടോ. ഒക്കെ പാടിട്ടുകാണ്ട് അരച്ചിക്കാണ്ട് നമ്മൾ മസാല കൂട്ടിയേക്കാണ് കേട്ടോ. അപ്പം മസാല കൂട്ടി കുറച്ച് കഴിഞ്ഞാണ്ട് മീൻ പൊരിച്ചാലാണ് നല്ല രസം ഉണ്ടാവും കേട്ടോ. നമ്മളെ മീൻ ആ ഉപ്പും മുളകൊക്കെ ആ മീനുമ്മലൊക്കെ അങ്ങോട്ട് പൊടിച്ചണം. പിന്നെ ഞാൻ മീൻ വരിഞ്ഞു കൊടുത്തിട്ടില്ല കേട്ടോ. അതങ്ങനെ മറന്നു വരിഞ്ഞു കൊടുക്കാൻ. അതിനൊക്കെ
ഒക്കെ അങ്ങോട്ട് മസാലയൊക്കെ തേച്ചിട്ട് ബാക്കിയുള്ള മുളകും ഒക്കെ ഞാൻ ആ മീനിൻ്റെ മേലെ തേച്ചിക്കണം കേട്ടോ. ഇനി അതവിടെ കടന്ന് കാണ്ട് ഉപ്പും മുളകൊക്കെ നല്ലോണം അവിടെ മീനുമ്മ പൊടിച്ചട്ടെ. എന്നിട്ട് നമുക്ക് അവിടെ പൊരിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ മീനൊക്കെ മസാല കൂട്ടി ഇനിയിപ്പോൾ ചാറ് ഉണ്ടാക്കണമല്ലോ. അപ്പം മീനങ്ങനെ ഞാൻ മസാല കൂട്ടി അവിടെ പൊരിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ ചാറ് ഇതാക്കണേ, നമ്മൾ മണ്ണും ചട്ടിയിലാണ് വെക്കണത്. 2-3 തക്കാളി എടുത്തേക്കണം കേട്ടോ. ചെറിയ തക്കാളിയാണ്. അപ്പം ഒരു ഭാഗമൊക്കെ ഇങ്ങനെ കേട് വരാനായ തക്കാളിയൊക്കെ കണ്ടെടുത്തേക്കാണ് കേട്ടോ. ആ ഭാഗം ചെത്തിക്കളഞ്ഞാൽ മതിയല്ലോ. എന്നിട്ട് പിന്നെ തക്കാളിയൊക്കെ അരിഞ്ഞ് പിന്നെ തേങ്ങ അരച്ച് വെക്കണതായതുകൊണ്ട് ഞാൻ എന്താ കാട്ടുന്നേരോ, പിന്നെ ഉള്ളിയും തക്കാളിയൊന്നും വാട്ടൂല കേട്ടോ. ഇങ്ങനെ ഇട്ടിട്ട് പിന്നെ നമ്മൾ മുളകും പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടുകൊണ്ട് അങ്ങനെ തീമൊക്കെ ചേച്ചാൽ. അപ്പോൾ 2 പച്ചമുളക് കൊടുത്തേക്കണം കേട്ടോ. നല്ല വലിയ പച്ചമുളകാണ്, എരിവുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് അതൊരു 2-3 കഷ്ണമാക്കിക്കണം കേട്ടോ. ഞാൻ നടുക്കരിഞ്ഞുകൊണ്ട് ഇനി നമുക്ക് അതിക്ക് മുളകും പൊടി ഇട്ട് കൊടുക്കാം. അപ്പം വാട്ടണില്ല കേട്ടോ, നേരത്തെ പറഞ്ഞല്ലോ വാട്ടണില്ല എന്നുള്ളത്. പിന്നെ ഞാൻ ഉള്ളി തൂമിച്ച് അങ്ങനെയാണ് പാരലാണ് കേട്ടോ. ഇതാകുമ്പോൾ ഇങ്ങനെ ആകുമ്പോൾ വേറൊരു രസമാണ് ചാറ്. പിന്നെ ഞാൻ മുളകും പൊടി ഇട്ട് കൊടുത്തുക്കണേ, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, പിന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ. അങ്ങനെ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തുക്കണേ. ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം. അപ്പം ഇനി ഉപ്പും കൂടി പാകത്തിന് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് എന്താട്ടണം, നമ്മൾ ഇഞ്ചും വെളുത്തുള്ളിയും ചതച്ചുണ്ടായിരുന്നല്ലോ, പെരിഞ്ചീരകവും ഒക്കെ അതും ഇട്ട് കൊടുത്തുക്കണേ. അപ്പോൾ മീൻചാറ് വെക്കുകയാണെങ്കിൽ ചട്ടി മണ്ണും ചട്ടി തന്നെ വേണം, അതാണ് രസം. മീൻ ചട്ടിയിലിങ്ങോട്ട് മണ്ണും ചട്ടിയിലിങ്ങോട്ട് മീൻചാറ് വെച്ചാൽ നല്ല രസമാണ്. പിന്നെ ഉണ്ടല്ലോ നമ്മൾ അതൊക്കെ പാടങ്ങോട്ട് എടുത്തിട്ട് കജ്ജോണ്ട് ഇങ്ങോട്ട് നല്ലോണം അങ്ങോട്ട് നൗണ്ടി തിരുമ്പി ആ തക്കാളിൻ്റെ അതൊക്കെ അങ്ങോട്ട് ഇതായിട്ട് വരണം കേട്ടോ. അപ്പോഴാണ് നമ്മൾ മീൻ കറിക്കൊരു നല്ല രസം ഉണ്ടാവുള്ളൂ. അങ്ങനെ അതൊക്കെ നല്ലോണം കുഴച്ചെടുത്ത് പിന്നെ ഞാൻ പുളി വെള്ളത്തിലിട്ടീനി കേട്ടോ. അപ്പം എൻ്റെ കജ്ജുമെല്ലാം മുളകും ഇതൊക്കെ ഉണ്ടല്ലോ, അത് ഞാൻ കേക്ക് കളഞ്ഞിട്ടൊന്നുമില്ല, അത് വെറുതെ കളയണ്ടല്ലോ. അപ്പം ഞാൻ ആ പുളി വെള്ളത്തിൽ നമ്മളെ പുളി ഒന്ന് പിഴിഞ്ഞെടുക്കാൻ വേണ്ടി ഇതാക്കിക്കണം കേട്ടോ. അപ്പം ഞാൻ അതും കൂടി അതിക്ക് പാർന്ന് കൊടുത്തിക്കണം കേട്ടോ. അപ്പം ഇനി നമുക്ക് എന്താട്ടാ, നമ്മളെ കണ്ടോ തക്കാളിയൊക്കെ നല്ലോണം ഉടഞ്ഞ് ഇതായി വന്നിക്കണേ. ഇനി നമുക്ക് തിളപ്പിച്ചെടുക്കണം കേട്ടോ. നല്ലോണം ഒന്ന് തിളച്ചിങ്ങോട്ട് വരട്ടെ. നമുക്ക് നമ്മളെ ഉപ്പും മുളകൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കിക്കോളണ്ടേ. അതൊന്ന് മൂടിയൊക്കെ തിളച്ച് സെറ്റായി വരട്ടെ. പിന്നെ തേങ്ങ ഞാൻ ചിരണ്ടി എടുത്തേക്കണേ. അതിക്ക് ജീരുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെറിയൊരു കഷ്ണം വല്ലുള്ളിയാണ് എടുത്തേക്കണം കേട്ടോ. ജീരുള്ളി ഇടുകയാണെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും നല്ലത്. അപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വല്ലുള്ളി എടുത്തു എന്നുള്ളൂ. അപ്പോൾ നമ്മളെ മീൻചാറിൻ്റെ ഇതൊക്കെ ഉണ്ടല്ലേ നല്ലോണം തിളച്ച് നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞമ്മക്കുണ്ടല്ലോ കരിവേപ്പിൻ്റെ ഇല കഴിഞ്ഞപ്പോൾ ഞാൻ അയലോകത്തു നിന്ന് പോയി കുറച്ച് കരിവേപ്പിൻ്റെ ഇല കൊടുത്തു വന്നിക്കണം കേട്ടോ. കരിവേപ്പിൻ്റെ ഇല അല്ലാതെ എന്തൊരു മീനും ഇറച്ചി കറിയൊക്കെ ഇല വെക്കുക, കരിവേപ്പാണ് വേണം. അതിപ്പം കാര്യം കഴിഞ്ഞ കരിവേപ്പിൻ്റെ ഇല പുറത്ത് എന്ന് പറഞ്ഞ മാതിരി കരിവേപ്പിൻ്റെ ഇല പുറത്തേക്കാണ്ട് ഇട്ടാലും അത് ഇല്ലാഞ്ഞാൽ വല്ലാത്തൊരു പൊറുതിയേടാണ് ചാറിനൊക്കെ. അപ്പം നമ്മൾ അയിലത്തല ഉണ്ടല്ലോ, നല്ല വലിയ അയിലത്തല കേട്ടോ. അയിലത്തല നല്ല രസമാണ്, പറയണ കേട്ടിട്ടില്ലേ, അയിലത്തല അളിയനില്ലാണെന്ന് എന്ന പറഞ്ഞ മാതിരി നല്ല രസമാണ് കേട്ടോ. അയിലത്തല തിന്നാനിങ്ങനെ അതിൻ്റെ ഉള്ളിലത്തെ തലച്ചോറ് ഇങ്ങനെ തിന്നുമ്പോൾ എന്തൊരു രസമാണെന്നറിയാം. അപ്പോൾ അയിലത്തലയൊന്നും ഇനി കളയണ്ട എണ്ണിയാളെ ചാറ് വെച്ച് നോക്കണ്ടി. അപ്പം അങ്ങനെ തലി ഇട്ടിക്കണേ. ഇനി നമുക്ക് എന്താട്ടണം, ആ കരിവേപ്പിൻ്റെ എല്ലാം ഉണ്ടല്ലോ, നമ്മളെ കരിവേപ്പിൻ്റെ മരം മുറിച്ചിക്കണം കേട്ടോ. അപ്പം ഇനി തെത്ത് വരുന്നുള്ളൂ. അത് ഞാനൊരു കവറിലാക്കി വെച്ചിക്കണേ. ഇനിയിപ്പോൾ കുറച്ച് ദിവസം അയിമലൊക്കെ അങ്ങനെ ഒപ്പിച്ച. പിന്നെ ഞാൻ ഉള്ളി അരിഞ്ഞുകാണ്ട് കരിവേപ്പ് ഇട്ടുകാണ്ട് തൂമിച്ചിക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ മീനിൻ്റെ തലയൊക്കെ ഇതാക്കണേ വെന്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ മീൻ തലയൊക്കെ നല്ല ഉസാറായിട്ട്, മീൻ തല ഓടയരുത് കേട്ടോ. അപ്പോൾ ഇവിടെ ഇമ്മ അങ്ങനെ പറയും, മീനിൻ്റെ തലയൊക്കെ വെക്കുമ്പോൾ മീനിൻ്റെ തല വെന്തിക്കണോന്ന് എങ്ങനെയാണ് അറിയാമെന്നറിയാം. അതിൻ്റെ കണ്ണിങ്ങോട്ട് തെളിഞ്ഞ് വരും, വെള്ളയായിട്ട് അതിൻ്റെ കൃഷ്ണമണി ഉണ്ടല്ലോ അത് പുറത്തേക്കാണ് വരും. അപ്പോഴാണോല്ലോ മീനിൻ്റെ തല വെന്തിക്കണേന്ന് അറിയാം കേട്ടോ. അങ്ങനെയാണ് നമ്മൾ പഠിച്ചിരിക്കണത് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ മീനിൻ്റെ തലയൊക്കെ കണ്ടില്ലേ ഇതായി കണ്ടോ പുറത്തേക്കായി കണ്ട് വന്നിക്കണേ. അപ്പം നമ്മളെ മീൻ തലയൊക്കെ വെന്തിക്കണം കേട്ടോ. ഇനി നമുക്ക് അതിക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങ ഉണ്ടല്ലോ അതും കൂടി നമുക്ക് പാർന്ന് കൊടുക്കാം കേട്ടോ. അപ്പം അങ്ങനെ ഇതാക്കണേ, തേങ്ങ അരച്ചതും പാർന്നിക്കണേ. അപ്പം അങ്ങനെ ചപ്പാത്തിക്കും ചാറായി, ചോറ്റക്കും ചാറായി കേട്ടോ. ബാക്കി ഉണ്ടെങ്കിൽ വൈകുന്നേരത്തിന് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഇതാക്കണേ നമ്മളെ മീൻ ചാറൊക്കെ അടിപൊളിയായി വന്നിക്കണേ. ഇനി ഞാൻ ഓരോന്ന് തിളച്ചോട്ടെ കേട്ടോ. നല്ലോണം അങ്ങോട്ട് തിളക്കൊന്നും വേണ്ട, നല്ലോണം തിളച്ചിങ്ങനെ മറിഞ്ഞുണ്ടാവില്ല, അങ്ങനെ ആവുമൊന്നും വേണ്ട.
ഒന്നിങ്ങനെ തിളച്ച് വരുന്നതോട് കൂടി നമുക്ക് നമ്മളെ മീൻചാറ് ഓഫാക്കി കേട്ടോ. അല്ലെങ്കിൽ എന്താണെന്ന് പറയുക, തേങ്ങ പിരിഞ്ഞ് കണ്ട് ഒരു പച്ചളം പോലെ ഇക്കാരം മീൻചാറ്, അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഇതാക്കണേ, താളയൊക്കെ വന്നിക്കണേ. ഇനി നമുക്ക് ഞാൻ ഗ്യാസ് ഓഫാക്കിക്കണം കേട്ടോ. പിന്നെ മണ്ണും ചട്ടിയിലായതുകൊണ്ട് തന്നെ തളങ്ങനെ വന്നുകൊണ്ട് ആ തളങ്ങനെ തിളച്ചുകൊണ്ട് നിൽക്കും. അപ്പോൾ ഞാൻ തിരിച്ചങ്ങോട്ട് ഓഫാക്കി ചെയ്തിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ആ ഉള്ളി തോമിച്ചിട്ടുണ്ടല്ലോ, കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. അപ്പോൾ ചാറ് കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ മേലെ ഇങ്ങനെ ഒരു എണ്ണ ഇങ്ങനെ പാകി ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഒരു രസമാണ് നമ്മളെ ചാറ് കാണാൻ. അപ്പോൾ അങ്ങനെ ചാറ് തൂമിച്ചു. ഇനി നമുക്കുണ്ടല്ലോ അതിൻ്റെ മേലെ ഇനി മാണെന്നിച്ചെങ്കിൽ കുറച്ച് പിന്നെ വെളിച്ചെണ്ണ ഊറ്റിച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മളെ മീൻചാറ് സെറ്റായിക്കണ്. ഇനി ഞാൻ അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് അവിടെ മൂടി വെച്ച് കൊടുക്കട്ടോ. ഇനി നമുക്ക് ചപ്പാത്തിക്ക് കൊടുക്കുക, ചോറ്റക്ക് കൊടുക്കുക, ബാക്കിയുണ്ടെങ്കിൽ അന്തിക്ക് കൊടുക്കുക. അപ്പം അങ്ങനെ ഇതാക്കണേ, ചാറായി. പിന്നെ അങ്ങനെ അതൊക്കെ ആയിട്ട് നമ്മൾ എന്താട്ടി മക്കളെയൊക്കെ മദ്രസക്കൊക്കെ പറഞ്ഞയച്ചിട്ട് ചായയൊക്കെ കൊടുത്ത് മദ്രസക്ക് പറഞ്ഞയച്ചിട്ട് പിന്നെ നമ്മൾ മിറ്റടിച്ച് വരാൻ ഇറങ്ങിയേക്കണം കേട്ടോ. അപ്പോൾ ഇന്നലെ മിഞ്ഞാന്നൊക്കെ ആയിട്ടുണ്ടല്ലോ, മഴയൊന്നുമില്ല എണ്ണയാളെ, മഴയൊക്കെ കഴിഞ്ഞിരിക്കണേ. നമ്മളെ വയനാട്ടിലത്തെ അത് കഴിഞ്ഞോട് കൂടി മഴയൊക്കെ പോയി എന്നാണ് തോന്നുന്നത്. പടച്ചോൻ കാക്കട്ടെ. പിന്നെയും പറയാനുള്ളത് പടച്ചോൻ്റെ പരീക്ഷണങ്ങളാണ്. മനുഷ്യന്മാരായ നമുക്കല്ലേ പരീക്ഷണങ്ങൾ കിട്ടാൻ പറ്റുള്ളൂ. നമ്മൾ അതിനൊക്കെ അതിജീവിച്ചിട്ടുണ്ടോ എന്നൊക്കെ പടച്ചോനെ നോക്കിയേക്കാരം, പടച്ചോനെ കുറ്റം പറയുന്നുണ്ടോ എന്നൊക്കെ. പക്ഷേ ഞങ്ങൾ ആരും ഇതുവരെയും പടച്ചോനെ ഒന്നും കുറ്റം പറഞ്ഞിട്ടില്ല കേട്ടോ. കാരണം അത് നമുക്ക് എല്ലാവർക്കും 4-ാം മാസത്തിൽ കണക്കാക്കിയേക്കും നമ്മളെ മരണം എങ്ങനെയാണെന്നൊക്കെ പടച്ചോന്. ഇനിയിപ്പോൾ നമ്മളതൊക്കെ എങ്ങനെയാണ് മരണം എന്നുള്ളത് പടച്ചോൻ തന്നെ അറിയുള്ളൂ. പക്ഷേങ്കിൽ ആ ഒരു മരണം ഇങ്ങനെ ഒരു ഇടങ്ങേറ് പിടിച്ച മരണം ആകാതെക്കട്ടെ എന്നെല്ലാവരും ദുആ ചെയ്യാം. അത്ര തന്നെ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ മിറ്റടിച്ച് പോലൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ മക്കൾക്ക് സ്കൂൾക്ക് കൂട്ടാൻ കൊണ്ടുപോകണമല്ലോ. അപ്പോൾ ഇന്ന് കൂട്ടാൻ പാത്രത്തിൽ ഞാൻ ആക്കി കൊടുക്കുന്നത് പിന്നെ പപ്പടമാണ് കേട്ടോ. അപ്പോൾ ഓരോ പപ്പടം രണ്ടാക്കും പൊരിച്ച് കൊടുത്തുകാണ്ട് പാത്രത്തിലാക്കി വെച്ച് ഓർക്ക് ടൈം ടേബിളൊക്കെ നോക്കി വെച്ചു. പിന്നെ മദ്രസ് വിട്ട് നിൽക്കണം കേട്ടോ. അങ്ങനെ മദ്രസ് വിട്ട് വന്നപ്പോൾ ഓർക്ക് ചായ കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ മീൻചാറായതുകൊണ്ട് നമ്മളെ മിന്നുട്ടിക്ക് നല്ല തിരുപ്പതി ആയിക്കണം കേട്ടോ. അങ്ങനെ മിന്നുട്ടിയും സനുവും ചായ കുടിച്ചിട്ടുണ്ട്. അങ്ങനെ സനു ചായ കുടിച്ചിക്കാണ്ട് സലാനൊക്കെ പറഞ്ഞ് സനു പോയിക്കണം കേട്ടോ. പിന്നെ നമ്മൾ എന്താട്ടി ചോറിന്ന് അടുപ്പത്തൊന്നും വെക്കണില്ല കേട്ടോ. കാരണം വിറകട്ടിമക്ക് പോയി നോക്കുമ്പോൾ വല്ലാത്തൊരു പൊറുതിയേട്, ഇങ്ങനെ വിറക് കജാനാവോ എന്നുള്ളൊരു പേടി. അപ്പോൾ ഞാൻ എന്താട്ടി എപ്പോഴും ഇങ്ങനെ അടുപ്പത്തൊക്കെ ഉണ്ടല്ലോ. അപ്പം എന്നാൽ കുറച്ച് ചോറിന്ന് കുക്കറിലാണ് വെക്കാമെന്ന് വിചാരിച്ചിട്ട് കുക്കറിലിട്ട് കേട്ടോ. അപ്പം അടുപ്പത്ത് വെച്ചിട്ട് എന്താ അറിയില്ല, ചോറ് വേഗം ഇങ്ങോട്ട് വരുന്നില്ല. അപ്പോൾ സനുട്ടന് തന്നെ വേഗമാകാതെ വെക്കുമ്പോൾ ഇത് എന്തൊരു ചോറാമ്മ വെച്ചാണ്. അപ്പോൾ നമ്മളെ തങ്കുപൂച്ച ഇതാക്കണം വാതിൽക്ക് എങ്ങനെ വന്ന് നോക്കിക്കാട്ടോ ഒക്കെ പഴിച്ചിട്ടേക്കാരേ. അപ്പോൾ ഞാൻ എന്താട്ടിന്ന് അറിയാം, കുറച്ച് ചോറുണ്ടേനി അത് ഞാൻ നമ്മളെ മീൻചാറൊക്കെ പറന്ന് കുഴച്ച് ഞാൻ കൊടുത്തുക്കണം കേട്ടോ. അപ്പം ഇനി ഓളിങ്ങനെ മുറ്റത്ത് നിൽക്കുന്നുണ്ട്. അപ്പം എന്നിട്ട് ഞാൻ എന്താട്ടി ഓളെ കുട്ടികളെയൊക്കെ ഒന്ന് വിളിച്ചതാണ് കേട്ടോ. അങ്ങനെ ഇതാക്കണ് ഓളെ കുട്ടികളും ഒക്കെ വന്നിക്കണ് തിന്നാൻ. അപ്പം കുറേ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കുറേ തിന്നണമുണ്ട്, കുറേ ഇങ്ങോട്ട് തന്നെ പോരും, അങ്ങനെയൊക്കെ കാട്ടുണ്ട്. പിന്നെ നമ്മളെ മുറ്റത്ത് ജന്തുക്കൾ മുണ്ടാൻ വയ്യാത്ത ജന്തുക്കളല്ലേ, തിന്നാൻ കൊടുക്കാൻ ഞാൻ വല്ലാത്തൊരു പൂർത്തിയേടാണ്. നമ്മളോടെ കിട്ടും കരുതിയിട്ടാണല്ലോ ഇപ്പോൾ ഒരാൾ വന്നിക്കണത്. അങ്ങനെ ഓലൊക്കെ ചോറൊക്കെ വേവിച്ചു. അപ്പോൾ തന്നെ നമ്മളെ ചോറൊക്കെ വന്നിക്കണം കേട്ടോ. അപ്പോൾ ഇതാക്കണേ കുക്കറിലായതുകൊണ്ട് തന്നെ ഒരൊറ്റ വിസിലടിച്ച് കണ്ട് ഞാൻ ഓഫാക്കിക്കലാണ്. പിന്നെ ഞാൻ വന്ന് നോക്കുമ്പോൾ ചോറൊക്കെ വന്നിക്കണം കേട്ടോ. പിന്നെ 2 അരിമ്പാടെ കൂട്ടിയിട്ടതാണ്. അപ്പോൾ എങ്ങനെയും നമ്മളെ റേഷൻ പിടിയത്തെ അരി നെല്ലുത്തേരി എങ്ങനെയൊക്കെ മക്കളെ കൊണ്ട് തീറ്റിച്ചണ്ടേ, അത് എഴുതിയിട്ടാണ്. അല്ലെങ്കിൽ പിന്നെ അതങ്ങനെ മൂലൊക്കെ കിടക്കും. പിന്നെ ഞാൻ ആ ചോറ് ഓട്ടപാത്രത്തിൽ കണ്ടുകൂറ്റിയിടാണ് കേട്ടോ. പിന്നെ ഇനി നമുക്ക് മീനും കൂടിയും പൊരിച്ചാണ്ട്, അപ്പോൾ അതും കൂടിയും പൊരിച്ചാം. അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇങ്ങനെയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്